ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓണ വിഭവങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10 മെയിനായിട്ടുള്ള ഓണ വിഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ശർക്കര വരട്ടി മുതൽ പച്ചടി, കിച്ചടി, അങ്ങനെ പാൽപ്പായസം വരെ ഞാൻ ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോ ഡെയിലി ഞാൻ 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണാശംസകൾ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ നേന്ത്രക്കായയുടെ ചിപ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നാലുപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും കാണിച്ചു തരാം. ഇതിനു വേണ്ടി 6 നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വണ്ണമുള്ള നേന്ത്രക്കായ തന്നെയാണ്. ഇതിനു മുമ്പ് കിട്ടിയിരുന്നത് വണ്ണം കുറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇത് കുഴപ്പമില്ല. നേന്ത്രക്കായ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിരിക്കണം, എന്നാൽ അതിൻ്റെ കറ കയ്യിൽ പിടിക്കില്ല. ഇതിൽ ഒരെണ്ണം എടുത്ത് 2 ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. അധികം ഡീപ്പായി വരയരുത്, മെല്ലെ ഒന്ന് വരഞ്ഞതിന് ശേഷം തൊലി അടർത്തിയെടുക്കാം. ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല മൂത്ത കായ് തന്നെ എടുക്കണം. കട്ട് ചെയ്യുമ്പോൾ അറിയാം ഉള്ളിലേക്ക് പിങ്ക് കളർ ഉണ്ടാവും. അപ്പോൾ ചിപ്സ് നല്ല ക്രിസ്പി ആയി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, തൊലി എല്ലാത്തിൻ്റെയും കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള കറ പോകാനായിട്ട് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടാം. ഇനി ഒരു ബൗളിൽ 2 ഗ്ലാസ് വെള്ളവും 1 സ്പൂൺ മഞ്ഞളും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ച നേന്ത്രക്കായ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതിലെ കറയൊക്കെ പോയിരിക്കും. ഈ കായകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ വെക്കേണ്ടത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കായകളെല്ലാം എടുത്തിട്ട് ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയിരുന്നു. അതിനുശേഷം നല്ലൊരു ക്ലോത്ത് കൊണ്ട് ഇതിലെ വെള്ളമെല്ലാം ഒപ്പിയെടുത്തു ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം കായ. ഇന്നലെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ നാലുപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ 3 എണ്ണം ചിപ്സ് ഉണ്ടാക്കാനും 3 എണ്ണം നാലുപ്പേരി ഉണ്ടാക്കാനും വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 എണ്ണവും ഒരു സ്ലൈസർ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മളിത് സ്ലൈസ് ചെയ്യുമ്പോൾ കൈ മുറിയാതെ നോക്കുക. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുക. അല്ലെങ്കിൽ പിന്നെ കത്തി വെച്ച് കട്ട് ചെയ്യാം. അത് കൂടുതൽ സമയമെടുക്കും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇതാകുമ്പോൾ ഈക്വൽ സൈസായിരിക്കും എല്ലാ ഭാഗത്തും. കണ്ടില്ലേ, ഇതുപോലെ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ഒരേ സൈസിൽ കിട്ടില്ല. ഒരു ഭാഗത്ത് കൂടിയും ഒരു ഭാഗത്ത് കുറഞ്ഞും നിൽക്കും. അത് കാണാനും ഒരു രസം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നല്ല ഈവനായിട്ട് കിട്ടും. പിന്നെ നേരിട്ട് എണ്ണയിലേക്കും സ്ലൈസ് ചെയ്യാം. പക്ഷേ ചൂടുള്ള എണ്ണ കയ്യിലൊക്കെ ആവും, അതിന് പോവേണ്ട. സ്ലൈസർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൈ മുറിയാനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളവും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ചെറിയ അളവിൽ എടുക്കാൻ നോക്കുക കേട്ടോ. കൂടുതൽ അളവിൽ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് സ്ലൈസ് ചെയ്ത നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇടുന്നില്ല, കുറേശ്ശെ വറുത്തെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും ഇതിന് കളർ ഉണ്ടാവും.
ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. കായ ഇട്ടതിന് ശേഷം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിതിങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അത് വെവ്വേറെ ആയിട്ട് വരും. ഇത് ക്രിസ്പിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വെള്ളം 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുക. ഇതിലെ വെള്ളം പൊട്ടിത്തെറിക്കും. കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ കായ വെന്തോ എന്നറിയാൻ വേണ്ടി ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാം. കോരിയെടുക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു സൗണ്ട് വരുന്നുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്കിടാം. ഇടുമ്പോൾ തന്നെ കേട്ടില്ലേ ഒരു സൗണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ എണ്ണയിലേക്കിടാം. ഇതും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ തന്നെ ക്രിസ്പി ആയിട്ട് വരും. പൊട്ടി നിൽക്കുന്നതിനെയൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. നമ്മൾ മഞ്ഞവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പുറത്തേക്ക് ഇങ്ങനെ വെള്ളമായതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് മാറി നിൽക്കുക. ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് മുഖത്തേക്കൊക്കെ ആയിരിക്കും തെറിക്കുന്നത്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉപ്പ് ഇതിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുപ്പ് നമ്മൾ കോരി വെച്ചിരിക്കുന്ന ചിപ്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നാലുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. കായ എടുത്തിട്ട് അതിൻ്റെ നെടുകെ ഒന്ന് കീറിയതിന് ശേഷം തിരിച്ചു പിടിച്ച് ഒന്നുകൂടെ കീറി കൊടുക്കാം. അതിനുശേഷം നേരെ തന്നെ കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ 4 പീസായിട്ട് കിട്ടും. അതാണ് നാലുപ്പേരി എന്ന് പറയുന്നത്. മൂന്ന് വാഴക്കയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നേന്ത്രക്കായ ചിപ്സ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇത് കട്ട് ചെയ്യുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതും ഹൈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഇടുമ്പോൾ തന്നെ കുറച്ച് അടിയിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊങ്ങി വരും. എനിക്കൊരു 10 മിനിറ്റ് എടുത്തു ഇതിങ്ങനെ ആയി വരാൻ. ക്രിസ്പായി കിട്ടാൻ വേണ്ടി 10 മിനിറ്റ് എടുത്തു. ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ 1 സ്പൂൺ മഞ്ഞൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതിൻ്റെ കളറ് ഇതേപോലെ തന്നെയായിരിക്കും. ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. നമ്മുടെ നാലുപ്പേരി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത് കണ്ടില്ലേ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത റെസിപ്പിയായി വരുന്നതായിരിക്കും. ബൈ.